മണികണ്ഠ, എന്താണാ? കേൾക്കുമ്പോ ഞെട്ടരുത്. ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാൻ ഞെട്ടണോ വേണ്ടെന്ന്. നിന്റെ മുത്തച്ഛൻ പോയടാ. എങ്ങോട്ട് പോയി? ഇഹലോകവാസം വെടിഞ്ഞെന്ന്. മരിച്ചു പോയെന്ന്. മുത്തച്ഛൻ ഈ രൂപത്തിൽ ഇങ്ങനെ കരയല്ലേ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് മുത്തച്ഛനൊന്ന് കാണണം. നീ അവിടെ ചെല്ലുമ്പോഴേക്കും ശവടക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് പോയേ പറ്റൂ. മുത്തച്ഛന്റെ ചതയ്ക്ക് ഞാൻ തന്നെ കൊള്ളി വെക്കണമെന്ന് മുത്തച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. എന്നൊന്ന് കൊണ്ടുവാസണ്ണ. വാസണ്ണ പ്ലീസ്. ഞാൻ നിന്നെ ദൂരേന്ന് കാണിച്ചു തരാം, അടുത്തേക്ക് വിടില്ല. ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞ നമ്മുടെ അവസ്ഥ അറിയാമല്ലോ. അറിയാം, എനിക്കൊന്ന് കണ്ടാ മതി. ശവദാഹത്തിന് മുമ്പ് നമുക്ക് അവിടെ വേഗം എത്തണം. പോവാം, വാ. ശരി. ഇറങ്ങിയോടാ. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? എന്താടാ വണ്ടിയില്? ഫ്രിഡ്ജാ. എന്താടാ പുകയുന്നേ? ശരിയാ, പോയിന്നല്ലോ. അത് കംപ്രസർ കരിയുന്ന സേർട്ട് വലിക്കാടാ തെണ്ടി. നന്നാക്കാൻ കൊണ്ടുപോവാ. ലൈസൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ശരി ശരി, പോയിക്കോ. ചെതയ്ക്ക് തീ കൊളുത്തേണ്ടത് മണികണ്ഠനായിരിക്കണമെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയായിരുന്നു. വേണ്ട, ആർക്കും വേണ്ടി കാക്കണ്ട, ഞാൻ ചെയ്തോളാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദൂരെ നിന്നേ കാണാവൂ, കുഴക്കരുത്. കുഴഞ്ഞോ? പോയി. അപ്പോൾ ആചാരവെടിയോടെ നമുക്ക് ഈ ചിതയ്ക്ക് തീ കൊളുത്താം. വലിഞ്ഞോ, ഓടടാ, ഓടിക്കോ, ഓടിക്കോ. ഞാനാ മണിയെ മുത്തച്ഛ. പിന്നാലുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ദയിപ്പിക്കേണ്ട ആവശ്യം വരില്ല. എല്ലെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു. അതെന്തിനാ? പുഴയിലൊഴുക്കാൻ. ആ വേട്ടക്കാരനെത്തി. ഓടിക്കൊണ്ടിരിക്കുമ്പോ നിൽക്കാൻ പറ്റില്ല. എന്താണോ? കരടി വന്നപ്പോ വേട്ടക്കാരൻ പേടിച്ചോടാ. അങ്ങനെ പേടിച്ചോടിയതല്ല, വെടിവെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഓട്ടം നിങ്ങളുടെ ശീലമാണ്. എങ്കിൽ നമുക്ക് തിരിച്ചോടാം. അങ്ങനെ തിരിച്ചോടി ശീലമില്ല. അവരെല്ലാരും വേട്ടക്കാരനെ തിരക്കുന്നുണ്ട്. എന്തിന്? വെടിവെക്കാൻ വെടിവെക്കാൻ വെടിവെക്കാൻ. എന്നെ അല്ല, പിന്നെ കരടിയെ. ഇപ്പൊ സമയം എത്രയായി? 3 മണിയായി. 3 മണിക്ക് വെടിവെച്ചാൽ കരടി ചാവില്ല. മൃഗശാസ്ത്രത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. വെറുതെ വെടിവെച്ചേക്കാം, ചാകണി ചാകട്ടെന്ന്. അല്ലെങ്കിൽ വേട്ടക്കാരൻ നാട്ടുകാരെടുത്തിട്ട് പൂശും. അവർക്ക് 3 മണി ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, കരടി വന്നു. പെണ്ണുങ്ങളൊക്കെ വീഡിയോ വയ്ക്കോ. എല്ലാരും മാറിക്കോ. എവിടെ കരടി? എന്നെ കണ്ട് കരടി മുങ്ങാതെ ശ്രദ്ധിച്ചോളണം. അത് ശരിയാ. എങ്കിൽ വേണ്ട, നമുക്ക് പിന്നെ വെടിവെക്കാം. വെടിവെക്കാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വേട്ടക്കാരോട് ആജ്ഞാപിക്കരുത്, ആജ്ഞാപിക്കരുത്. കരടി വെടിവെച്ച് അത് മുന്നോട്ട് വന്ന് ആക്രമിക്കും. വെടികൊണ്ട കരടി ഇത് കേട്ടിട്ടില്ലേ? വെടികൊണ്ട പന്നിന്നല്ലേ കുട്ടി? 10-20 പേരെ കൊലക്കി ഓടിച്ചിട്ട് കരടിയെ കൊല്ലം നോക്കണ്ടോ? ഇവൾക്ക് ഇതെന്ത് പറ്റി? അതെ അതെ, കുട്ടി പറയുന്നതിലും ചെറിയ കാര്യമുണ്ട്. എന്ത് കാര്യം? പറയാം. ഈ 1998-ൽ ഞാൻ ഇതുപോലൊരു കരടിയെ നിർത്തണോ? ചുട്ടുതിനാനുള്ള പരിപാടിയാണ്. ഉന്നം തെറ്റിക്കരുത്. ഉന്നം എന്നെ പഠിപ്പിക്കണ്ട. വെക്കണോ വരി? കരടി വീണോ? കരിക്ക് വീണു. അപ്പൊ കരടി എന്ത് ചെയ്യും? വണ്ടി വിട്ടോ, ആ തെണ്ടികൾ പിന്നാലുണ്ട്. വിട്ടോ, പോട്ടെ, വേഗം പോട്ടെ. ഇതാണ് കേറ്റി വട്ടം വെക്കണം അങ്ങോട്ട്. എന്ത് തോന്നിയസേ കാണിക്കുന്നത്? എന്തിനാ വണ്ടി നടന്നത്? കരടിയെ തൂക്കി വണ്ടി കയറാം. നിങ്ങൾ കരടി പിടുത്തക്കാരൻ.
ഒരു കൈത നിന്നെ പിടിച്ചു കേട്ടടാ. സഹായിക്കില്ലല്ലേ? നിനക്ക് വേണ്ടി എന്റെ പെർമനന്റ് ഉദ്യോഗം കളഞ്ഞ് നിന്നോടൊപ്പം കൂടിയവനാണ് ഞാൻ. എനിക്കൊരു അപകടം വന്നപ്പോ നീ ആപ്പിലാക്കിയല്ലടാ മണി. ശനിദിശയിൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പോലും ഒരു വിനായക തൂമ്പിലകപ്പെട്ടു. ശുക്രദശയിൽ എനിക്ക് ഈ ഗതിയാണെങ്കിൽ ശനിദിശയിൽ എനിക്ക് എന്ത് ഗതിയായിരിക്കും എന്റെ ശ്രീകണ്ഠേശ്വരാ. ഇത് നമ്മളൊന്ന് തുറന്നു വിട്ട കരടിയല്ലേ? അത് ചെറുതല്ലേ? അത് വലുതായി കാണും. പാവം, അന്ന് നിന്നെ ഞങ്ങൾ തുറന്നു വിട്ടതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വന്നത്? ഡാഡി വരുന്നു. അപ്പോ നല്ല ഒത്ത കരടി. ഇവൻ ഈ തമ്പിലൊരു വിലസ്. ഇനി കരടിയെ പിടിച്ചതറിഞ്ഞ് ആരെങ്കിലും അന്വേഷിച്ചു വരുന്നതിന് മുൻപ് നമുക്ക് ഇതിനെ വെച്ച് പരിപാടി അവതരിപ്പിക്കണം. അതെ, സർക്കസ് കാണിക്കുന്ന കരടി സർക്കസുകാരുടെ കരടിയാണെന്ന് ആരും കരുതൂ. അതിന് കരടിയെ ട്രെയിൻ ചെയ്യിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? നമ്മുടെ പഴയ ഫെർണാണ്ടസിനെ വരുത്തിയാലോ? ഗുഡ്. നമസ്കാരം. പേടിക്കണ്ട, ഞാനൊരു ഞരമ്പ് രോഗിയാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. എവിടുന്നാ? ഇതല്ലേ ട്രെയിനർ ഫെർണാണ്ടസിന്റെ വീട്? അതെ അതെ. പുള്ളി ഒന്ന് കാണാൻ പറ്റും? പിന്നെന്താ, കാണാലോ. ഇരിക്കുന്നത് അദ്ദേഹം മരിച്ചുപോയാ? മരിച്ചുപോയില്ല, കാറ്റ് പോയിട്ട് ഒരു 6 മാസം കഴിഞ്ഞു. എന്താ കാര്യം? ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ആ. ഞങ്ങൾ ജെമിനി സർക്കസിന് വരിക. ആ, ശരി. ഒരു കരടിയെ ട്രെയിൻ ചെയ്യിക്കാൻ കുറച്ച് അഡ്വാൻസ് കൊടുക്കാൻ വന്നതാ. അഡ്വാൻസോ? അതെ, എത്രയുണ്ട്? ഒരു 10,000. 10,000 രൂപയോ? അതെ, ആ അഡ്വാൻസ് ഇങ്ങത്താ. അഡ്വാൻസ് കൊടുത്താൽ മരിച്ചു അദ്ദേഹം തിരിച്ചു വരൂ? മരിച്ചുപോയ അദ്ദേഹമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ കരടിയെ ട്രെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രം പാർട്ടി ഞാൻ തരാം. അതാരാ? മരിച്ചുപോയ ഫെർണാണ്ടസിന്റെ ഏക മകൻ നെൽസൺ. എന്റെ പൊന്നാര അളിയൻ. സിംഹം, കടുവ, പുലി, കാണ്ടാമൃഗം, മയില് തുടങ്ങിയ വന്യമൃഗങ്ങളെ വിരൽ തുമ്പിലിട്ട് ഇങ്ങനെ ഇങ്ങനെ അപമാനമാടുന്ന വീരശൂര പരാക്രമി. ഈ നെൽസനെ ഒന്ന് കാണാൻ പറ്റുമോ? നെൽസൺ മണ്ടേലെ വരൂ. തിങ്കളാഴ്ച വരുള്ളൂ. സാർമാര് ധൈര്യമായിട്ട് പോയിട്ട് വന്നാട്ടെ. അദ്ദേഹം പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരു സിംഹക്കുട്ടിയെ പിടിക്കാൻ കടുവാക്കുളത്ത് പോയിരിക്കാം. എന്താ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പട്ടി പട്ടീന്ന് വിളിച്ചാലുണ്ടല്ലോ. പട്ടിന്ന് വിളിച്ചാലളിയാ, എന്നെ പട്ടി അടിക്കാൻ ഓടിച്ചു എന്ന് പറഞ്ഞതാ. ഇതുപോലുള്ള വേഷം ഇട്ട് നടന്ന പട്ടിയല്ല പൂച്ച വരെ ഇതിനെ ഓടിക്കും. കണ്ടില്ലേ, പൂച്ചയും പാറ്റയും വരെ പേടിക്കുന്ന ആളെയാ റിംഗ് മാസ്റ്ററായിട്ട് സർക്കസിൽ വിടാൻ പോണത്. സർക്കസിലോ? ചുമ്മാരി, ഞാൻ പറഞ്ഞോളാം. അല്ലല്ലയാ, അളിയൻ എന്റെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയ കാശേ എപ്പോഴാ തിരിച്ചു തരുന്നേ? അത് ജോലി ഇട്ടപ്പം തരും. പെൻഷൻ പറ്റാൻ പ്രായമായ അളിയന് ഇനി എവിടുന്നാണ് ജോലി? അതുകൊണ്ട് തന്നെ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞത്. അളിയ നില്ലളിയാ. എന്നാലേ എന്റെ പൊന്നളിയെ ഇനി വിഷമിക്കണ്ട. എനിക്ക് കിട്ടാനുള്ള രൂപ 10,000 കിട്ടി. അയ്യോ, എവിടെ നീ കാശ്? ആര് തന്ന്? അത് നിന്റെ ജോലിയുടെ അഡ്വാൻസ്. എന്ത് ജോലി? വേറൊന്നുമല്ല, അളിയന്റെ അപ്പൻ പാട്ട് സർക്കസ് ചെയ്തില്ലേ? സർക്കസ് എന്ന് കേൾക്കുന്നത് എനിക്ക് പേടിയാ. സർക്കസില് ഹരി എന്ന ആനയുടെ ചവിട്ടേറ്റ എന്റെ അപ്പം മരിച്ചത്. അളിയാ, ആ ഹരിയാന ചരിഞ്ഞു. മൃഗങ്ങളുമായി ടച്ച് ചെയ്യുന്ന ഒരു പരിപാടിക്കും ഞാനില്ല. എങ്ങനെയെങ്കിലും ഒരു വിസ ശരിയായി കിട്ടിയ ഞാൻ വല്ല ദുബായിലും പോയി കൂലിപ്പണിയെടുത്ത് ജീവിച്ചോളാം. ദുബായിലേക്കുള്ള എളുപ്പ വഴിയാണ് ഈ സർക്കസിന്റെ രൂപത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഈ സർക്കസുകാര് അടുത്ത മാസം ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ട്. അവരോടൊപ്പം അളിയനും പോകുന്നു. ആരും കാണാതെ മുങ്ങുന്നു. അളിയന്റെ ഇഷ്ടപ്രകാരം കൂലിപ്പണി ചെയ്യുന്നു. അളിയൻ ഒരു കോടീശ്വരനായി ഇവിടെ മടങ്ങി വരുന്നു. എപ്പടി? നിർബന്ധമാണെങ്കിൽ ഓക്കെ. എങ്ങനെ നാളെ തന്നെ ജോയിൻ ചെയ്തോ? അല്ല, എനിക്ക് ട്രെയിനർ പണി അറിയത്തില്ല. മൃഗങ്ങളെ കാണുന്ന തന്നെ എനിക്ക് പേടിയാ. അളിയാ, തത്ത മൃഗമാണോ? അല്ല, പക്ഷി. അല്ല, ഒരു തത്തയെ പഠിപ്പിക്കാൻ 10,000 രൂപയോ? അല്ല, ഞാൻ എന്താണ് തത്തയെ പഠിപ്പിക്കേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട് വല്ല ലോറി ഓടിക്കാനോ കാർ ഓടിക്കാനോ പഠിപ്പിച്ചാൽ മതി. അയ്യോ, എന്നെ കൊണ്ട് കാർ ഓടിപ്പിക്കാനും ലോറി ഓടിക്കാനും പഠിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്ത് പഠിപ്പിക്കാൻ പറ്റും? എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം. എന്ത്? തത്തമ്മേ പൂച്ച പൂച്ച മതി, ഇത് മതി. പൊന്നളിയാ, ഒന്ന് പതുക്കപ്പോ. പതുക്കെ പോയാലും സ്പീഡിൽ പോയാലും എന്റെ അന്ത്യം ഇതിനകത്ത് തന്നെ അളിയാ. കൈയും കാലും മറക്കണം. എന്റെ അച്ഛനെ കൊന്ന സാധനം താ നിൽക്കുന്ന ആന. അത് ആനയുടെ കീഴിലോട്ട് പോവാ. ഇതിനകത്ത് മനുഷ്യരൊന്നും ഇല്ലേ? കുതിരയും പുലിയും കഴുതയൊക്കെ ഉള്ള. നല്ല വെയിറ്റ് പിടിച്ച് നിന്നോളേ.
ആരെയും കാണുന്നില്ലല്ലോ. തത്തമ്മയെ അല്ല, ഈ തത്തമ്മയെ പഠിപ്പിക്കേണ്ട ഇങ്ങനെ ഉരുവിട്ട് നോക്കിയതാ. ആള് വരുന്നുണ്ട്. അറിയാൻ ഞാൻ പറഞ്ഞ പോലെ ധൈര്യമായിട്ട് ധൈര്യമുണ്ട്. വെൽക്കം വെൽക്കം. വെൽക്കം വെൽക്കം. ഐ ആം റൊസാരിയോ. ഐ ആം ആന്റോണിയോ. ദിസ് ഈസ് നെൽസൺ. റിംഗ് മാസ്റ്റർ നെൽസൺ. ഇതിനു മുമ്പ് വല്ല മൃഗത്തെയും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? അതിന് ഇഷ്ടം പോലെ. കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ മൃഗം ഞങ്ങളുടെ നാട്ടിലിറങ്ങി. എന്ത് മൃഗം? എന്ത് മൃഗം? ആന. ആന. അതെ അതെ, 5 ആന ഉത്സവത്തിന് വന്നു. ഉത്സവത്തിനോ? അല്ല, അത് പിന്നെ ഈ ഉത്സവത്തിന് വരുന്നത് പോലെ ഇങ്ങനെ വരി വരിയായി വന്നു എന്ന് പറയുമായിരുന്നു. 5-8 കാട്ടാന ഒന്നിച്ച് വന്ന എന്ത് കാട്ടാന. ആ 8 ഒറ്റയാനയും. ഒറ്റയാന 8? ഓ, ആ 8 ഒറ്റയാനയും ഒറ്റ രാത്രി കൊണ്ട് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യിച്ച് അടുത്ത വർഷം ഉത്സവത്തിന് ഇറക്കിയ ആന ഈ നിൽക്കുന്ന. വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്കും. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? തത്തമ്മേ, പൂച്ച പൂച്ച. പൂച്ചയോ? അത്രയ്ക്ക് നിസ്സാരമാണെന്ന്. ഓക്കെ, കമോൺ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അയ്യോ. ഏയ് വരൂ. അതായിരുന്നു. അളിയ എന്നെ കൊലക്ക് കൊടുത്ത് അടക്കൊള്ളാം. ഇല്ല. ഏയ് കമോൺ. അതെ, കമോണി. എവിടെ തത്ത? സത്തയോ? ഞങ്ങള് നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്ന ഒരു കരടിയെയാ. അല്ല, അല്ല, അദ്ദേഹം ഒരു സിംഹത്തെയോ പുലിയോ ആണ് പ്രതീക്ഷിച്ചത്. കരടിന്ന് കേട്ടപ്പോ അയ്യേ ഇത്രയേ ഉള്ളോ, അത്രയേ ഉള്ളൂ. എനിക്ക് ഒരാഴ്ചക്കകം വേദിയിൽ അവതരിപ്പിക്കണം. നടക്കോ? നടക്കില്ല. നമുക്ക് പോവാം. കാശ് എത്ര വേണേലും ഞാൻ തരാം. എനിക്കൊന്നും വേണ്ട. അളിയാ. അയ്യോ, ഇനി പുള്ളിക്കാരൻ പിണങ്ങിപ്പോയോ? അയ്യയ്യയ്യയ്യേ, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു 10,000 രൂപ കൂടി എടുത്ത് കൈ വെച്ചോ. കാശ് കണ്ടാലേ അദ്ദേഹം വീട് കേട്ടോ. റിംഗ് മാസ്റ്റർ. പോടാ. അയ്യോ പോവല്ലേ. അയ്യോ 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 എന്റെ പൊന്നളിയാ. അയ്യോ എവിടെ പോവാ? ഞാൻ എന്റെ ഉയിരെ കൊണ്ട് വീട്ടിൽ പോവാ. അളിയോ, അളിയൻ ആ തമ്പ് മാനേജറെ ശ്രദ്ധിച്ചായിരുന്നു? ഒരാരാച്ചാരുടെ ലുക്കില്ലേ? 5-6 കുത്തി മറത്തിയിട്ടുള്ളവനാ അയാള്. അഡ്വാൻസ് മേടിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കുത്തി കുടലെടുക്കുവൻ. വായങ്ങോട്ട്. ഭർത്താവേ, ഞാനിപ്പോ സോഡാ കുപ്പിക്കകത്ത ഗോലി പോലെയല്ല. അങ്ങോട്ടും പോവാൻ പോയി, ഇങ്ങോട്ടും പോവാൻ പോയി. എന്നാലേ ഇങ്ങോട്ട് വാ. അളിയ, എന്റെ ശരീരം കരടിക്ക് തീറ്റയായിട്ട് കൊടുത്തേ. അളിയാ. ഇതാ ക്യാഷ്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. എവിടെയാ കരടി? വരൂ, കാണിക്കാം. ഓ, അളിയാ, ധൈര്യമായിട്ട് പോളിയാ. അവര് കരടി ഉപദ്രവിക്കോ? വാ, നമുക്കോയി നോക്കാം. എളിയാ. ആഹാ, നല്ല കൊഴുത്ത് മുഴുത്ത കരടി. എന്റെ അമ്മോ, ഹിമാലയൻ കരടി. എന്തൊരു രൂപം. അളിയനാ, കൂട്ടിനടുത്തേക്ക് വാ. അയ്യോ, എനിക്ക് പേടിയാ. മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടേ. എനിക്ക് വയ്യ. അയ്യോ, കൂട് പൂട്ടിയിട്ടുണ്ടോ നോക്ക്. അതൊക്കെ നന്നായിട്ട് പൂട്ടിയിട്ടുണ്ട്. കരടിക്കുട്ടാ, ഇങ്ങനെ എന്ന് പറഞ്ഞാ പോരാ, അതിനെ പുറത്തിറക്കി പഠിപ്പിക്കാൻ നോക്ക്. എല്ലാവരുടെ മുമ്പിൽ അളിയൻ നല്ലൊരു ട്രെയിനറാണ് കാണിക്കട്ടെ. കരടി കൂടെ തുറക്കണം. എനിക്ക് പേടിയാ. ഞാനിപ്പോ ഓടും. അതെ, കയറ് കെട്ടി ഇറക്കിയാ മതി. സ്പെഷ്യൽ ട്രെയിനിങ്. ജാവോ ജാവോ. ഈ വടി കൊണ്ടൊരു 10 അടി കൂടെ എല്ലാരും കാണട്ടെ. കരടി വയലന്റ് ആകുമോ? ഏയ്, വളരെ സൈലന്റാ. ഇന്നത്തേക്ക് മതി. ഇതിനെ പിടിച്ച് കൂട്ടിക്കയറ്റ്. ഇങ്ങോട്ട് വേണ്ട, ഇങ്ങനൊന്നും അല്ല, ഞാൻ പഠിപ്പിക്കാം. കരടി, ഹാൻഡ്സ് അപ്പ്. കൂട്ടിക്കയറ്റ്. ഞാൻ പറഞ്ഞില്ല, ഇത് വയലന്റ്. ഇനി മുതൽ ആരും ഈ ട്രെയിൻ സ്ഥലത്തേക്ക് വരണ്ട. ആളുകളെ കണ്ടാൽ ഈ കരടിക്ക് വട്ടളവും. അഭ്യാസങ്ങൾ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഇപ്പൊ നിങ്ങൾ പൊയ്ക്കോ. ഹിന്ദി ബോലോ. മലയാളം തന്നെ ശരിക്കും അറിഞ്ഞൂടാ, പിന്നെയാണ് അവന്റെ കിണ്ടി. അതെ, തുമ്പക്ക് ജാവോ ജാവോ. എന്റെ പൊന്ന് കരടി, എന്നോട് ക്ഷമിക്കണം. ഒരു ദുബായ് ജോലി സ്വപ്നം കണ്ട് വന്നവനാ ഞാൻ. ദയവ് ചെയ്ത് എന്നെ കൊന്ന് വൈരാഗ്യം തീർക്കരുത്. മൈ ഡിയർ കരടി, പ്ലീസ്. ഞാൻ